നമസ്കാരം, ഞാൻ ദിനേശ് സൗപർണിക. ഇന്നത്തെ ക്ലാസ് ഈ തൈ നട്ടതിൻ്റെ ശേഷമുള്ള വളപ്രയോഗത്തിൻ്റെ ബേസിക് ക്ലാസ് തന്നെയാണ് കേട്ടോ. അതായത് എന്നാണോ നിങ്ങൾ തൈ നടുന്നത്, നമ്മൾ പർട്ടിക്കുലർ ഡേറ്റ് ജൂൺ 11 പറഞ്ഞിട്ടുണ്ടെങ്കിലും നിങ്ങൾ എന്നാണോ തൈ നടുന്നത് അത് മുതൽ, അടിവളം കൊടുത്തതിന് ശേഷം തൈ നടുന്നത് മുതൽ എല്ലാ ദിവസവും ആദ്യത്തെ 10 ദിവസം ഇടവിട്ട് നൈട്രജൻ വളങ്ങൾ കൊടുക്കുക. അത് ഞാൻ പറഞ്ഞു, കടലപ്പിണ്ണാക്ക് കൊടുക്കാം, അതേപോലെ ഇല വഴി കൊടുക്കുന്ന 30, 10, 10 കൊടുക്കാം. ഇങ്ങനെ ഈ 10 ദിവസം പോകണം. അപ്പോൾ കുറച്ച് ആളുകൾ ചോദിക്കും, നമ്മളെ ഗ്രൂപ്പിലുള്ള പല ആൾക്കാരും പല സമയത്താണ് തൈ നടുന്നത്. ജൂലൈ 6 നട്ടവരുണ്ട്, 8 നട്ടവരുണ്ട്, 10 നട്ടവരുണ്ട്. ഇനി 10 ശേഷം 11, 12, 13 അങ്ങനെ 20 വരെ ഡേറ്റിന് നടുന്ന ആൾക്കാരുണ്ട്. അത്തരം ആൾക്കാർ ശ്രദ്ധിക്കുക, നിങ്ങൾ മറ്റൊന്നിനെക്കുറിച്ചും ചിന്തിക്കരുത്. എന്നാണോ നിങ്ങൾ നടുന്നത് അത് ബുക്കിൽ എഴുതി വെക്കണം, നിർബന്ധമായിട്ടും ബുക്കിൽ എഴുതി വെക്കണം. അതിന് ശേഷം ഈ വളപ്രയോഗം നൈട്രജൻ വളങ്ങൾ കൊടുക്കുക. ഏതാ നൈട്രജൻ വളങ്ങൾ ചോദിച്ചാൽ, ജൈവ രീതിയിലാണ് നിങ്ങൾ കൊടുക്കുന്നത് എങ്കിൽ പിന്നെ മണ്ണിര കമ്പോസ്റ്റ് ഉണ്ട്, വേപ്പിൻ പിണ്ണാക്കുണ്ട്, ചാണകപ്പൊടി, ട്രൈക്കോഡർമ ചേർത്ത ചാണകപ്പൊടി ഉണ്ട്, കരിയില കമ്പോസ്റ്റ് ഉണ്ട്, ചകിരി കമ്പോസ്റ്റ് ഉണ്ട്. പിന്നെ നമ്മളെ ജൈവ സാധനങ്ങളുള്ള ജൈവ വളമായിട്ട് വീട്ടിലുള്ള പച്ചക്കറി വേസ്റ്റിൻ്റെ ഒക്കെ ജൈവവളം എന്ന് പറയുന്ന കമ്പോസ്റ്റ്, ജൈവ കമ്പോസ്റ്റ് എന്ന് പറഞ്ഞാൽ ആ കമ്പോസ്റ്റ് കിട്ടും. ഇങ്ങനത്തെ എല്ലാ സാധനങ്ങളും നിങ്ങൾക്ക് ഉപയോഗിക്കാം. പിന്നെ മത്സ്യ മാംസാദികൾ, അതായത് മത്സ്യം, മാംസം സാധനങ്ങൾ മേടിക്കുന്ന ആളുകളാണെങ്കിൽ അത് കഴുകുന്ന വെള്ളം നമ്മളുടെ കടലപ്പിണ്ണാക്ക് പുളിപ്പിക്കാൻ വെച്ച വെള്ളത്തിൻ്റെ പോലെ തന്നെ ഒരു പാത്രത്തിൽ ഒഴിച്ചു വെക്കുക. അതിൽ വേണമെങ്കിൽ കുറച്ച് ചാണകത്തിൻ്റെ ഒരു ഗോട്ടിയുടെ വലുപ്പത്തിലുള്ള ചാണകം ഇട്ട് വെക്കുക. അങ്ങനെ 3-4 ദിവസം അതിൽ കിടന്നിട്ടുള്ള ആ വെള്ളവും നിങ്ങൾക്ക് നനയ്ക്കാം, ഈ ചെടിക്ക് വയ്ക്കാം. നല്ല നൈട്രജൻ സമ്പുഷ്ടമായ വളങ്ങളാണ് കേട്ടോ. അപ്പോൾ പിണ്ണാക്ക് വളങ്ങൾ ഉപയോഗിക്കുന്നത് പോലെ തന്നെ മാംസം, മത്സ്യം കഴുകിയതിൻ്റെ വെള്ളം ഒക്കെ എടുത്തു വെച്ചിട്ട്, ഇതൊക്കെ എന്താ പറയുക, ഉപയോഗിക്കുമ്പോഴുള്ളൊരു സ്മെല്ല് ചെയ്യുന്ന ആൾക്കൊരു കുറച്ച് ബുദ്ധിമുട്ടുണ്ടാവുമെന്ന് മാത്രമേ ഉള്ളൂ. പൂക്കളൊക്കെ നല്ലോണം ഉണ്ടാവാൻ പറ്റിയൊരു വളമാണ് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ജൈവവളങ്ങൾ പോലത്തെ ജൈവവളങ്ങളുടെ ഒപ്പം തന്നെ ഈ ചോര കലർന്ന മിശ്രിതമായിട്ടുള്ള സാധനങ്ങളൊക്കെ നന്നായിട്ട് ഇതിന് ഉപയോഗിച്ച് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ പുളിച്ച തേങ്ങ വെള്ളം, പൊട്ടിച്ച തേങ്ങ വെള്ളം ഒരു 3-4 മണിക്കൂർ നന്നായി പുളിച്ചതിൻ്റെ ശേഷമുള്ളതും നിങ്ങൾക്ക് ഈ കടലപ്പിണ്ണാക്കിലോ അല്ലെങ്കിൽ ഈ മത്സ്യത്തിൻ്റെ അവശിഷ്ടങ്ങളൊക്കെ ഇട്ടുള്ള വെള്ളത്തിലൊക്കെ ഇതൊക്കെ ഡയലൂട്ട് ചെയ്ത് എത്രയും നേർപ്പിക്കാൻ പറ്റുമോ അത്രയും നേർപ്പിച്ച് ഒഴിക്കുക എന്നുള്ളതാണ് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം. ഞാൻ ഇന്നൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നു, എന്തുകൊണ്ടാണ് പല സമയത്ത് വളം നമ്മളെ ഈ ചെണ്ടുമല്ലി കൃഷി, ചെണ്ടുമല്ലി എന്നല്ല ഇപ്പം നമ്മൾ ചെയ്യണോണ്ട് പറയുക, ചെണ്ടുമല്ലി കൃഷിക്ക് പല സമയത്തായിട്ട് ഇങ്ങനെ ഇടവിട്ട് വളം കൊടുക്കണം പറയുന്നത് എന്തുകൊണ്ടെന്ന് കുറേ ആളുകൾ അതിന് മെസ്സേജ് ഇട്ടു, പല രീതിയിലുള്ള മെസ്സേജുകൾ ഇട്ടുണ്ട്. അപ്പോൾ ഏതാണെന്നുള്ള കാര്യമില്ല, ഞാൻ ഉദ്ദേശിച്ച കാര്യം ഇത്രയേ ഉള്ളൂ. ഒരു വളം നിങ്ങൾ ഒരു ദിവസം 50 ഗ്രാം വളം ഇടാൻ പോയി, അന്ന് ഇട്ടതിന് ശേഷം ഉടനെ മഴ പെയ്തുവെങ്കിൽ അത് മണ്ണിലേക്ക് ഒലിച്ച് മണ്ണിലൂടെ ഭൂമിയുടെ അടിയിലേക്ക് താന്നു പോകും. വളരെ ശുഷ്കമായ തോതിലുള്ള വളം മാത്രമേ ചെടി വലിച്ചെടുക്കുള്ളൂ. വേരിന് ആ സമയത്ത് വെള്ളം കുടിച്ചിരിക്കുന്ന അവസ്ഥയാണെങ്കിൽ വളം ചിലപ്പോൾ വലിച്ചില്ല എന്ന് വരും. ഇങ്ങനെയുള്ള അവസ്ഥയിൽ നമ്മൾ എന്ത് ചെയ്യണം? ഈ കൊടുക്കാൻ ഉദ്ദേശിച്ച അത് ഏത് വളമായിക്കോട്ടെ, ജൈവവളമായിക്കോട്ടെ രാസവളമായിക്കോട്ടെ, കിട്ടുന്ന വളങ്ങൾ പരമാവധി നേർപ്പിച്ച് പല വട്ടം ഒഴിച്ചു കൊടുക്കുമ്പോൾ ഏതെങ്കിലും സമയങ്ങളിൽ ചെടി അതിനെ അബ്സോർബ് ചെയ്യും. അത് ഇല വഴിയായിക്കോട്ടെ, കടക്കിൽ വഴിയായിക്കോട്ടെ. അപ്പോൾ അതിനാണ് ഇടവിട്ട്. ഇപ്പോൾ എന്നോട് ഇതിൻ്റെ മുന്നേ തന്നെ ഒരാൾ പറഞ്ഞു, ഇങ്ങനെ അടുപ്പിച്ച് രാസവളം അറ്റാക്ക് ഇടും. രാസവളം അടുപ്പിച്ച് ഇടുന്നില്ല. ഇടുന്ന രാസവളത്തെ ഘട്ടം ഘട്ടമായിട്ട് ഇട്ട് കൊടുക്കുന്നു. മണ്ണിൽ അത് നഷ്ടപ്പെട്ടു പോകുന്ന, അന്തരീക്ഷത്തിലേക്കൊക്കെ നഷ്ടപ്പെട്ടു പോകുന്നതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ് നമ്മൾ പലവട്ടം കൊടുക്കുന്നത്. അത് ജൈവവളോ രാസവളോ ഏതായിക്കോട്ടെ, നിങ്ങൾ ഇടവിട്ട് ഇതിങ്ങനെ കൊടുക്കുക. അപ്പോൾ ഇന്നത്തെ ചോദ്യത്തിന് ഉത്തരം പറഞ്ഞ ആളുകളൊക്കെ ആ വീഡിയോ ഒന്ന് ശ്രദ്ധിക്കുക. നിങ്ങൾ ഇടവിട്ട് വളങ്ങൾ കൊടുക്കുക, ചെടിയെ നന്നായി പരിപോഷിപ്പിക്കുക. അപ്പോൾ ആദ്യത്തെ 10 ദിവസത്തെ വളപ്രയോഗം ഞാൻ പറഞ്ഞു. ഇനി അടുത്ത ക്ലാസ് ഞാൻ പറയുന്നത് ഇതിൻ്റെ ടൈം ടേബിൾ ആയിരിക്കും. ഈ ടൈം ടേബിൾ നിങ്ങളൊന്ന് മാർക്ക് ചെയ്ത് വെക്കുക എന്ന് പറയുന്നത് അതിന് പ്രത്യേകത ഉണ്ട്. നമ്മളെ എയിം എന്ന് പറയുന്നത് ആദ്യം ബുക്കിൽ ഒരു പേജിൽ എഴുതി വെക്കുകയാണ്. എന്താണ് എയിം? അത്തത്തിന് പൂവ് പൊട്ടിക്കണം, അത്തത്തിൻ്റെ തലേ ദിവസം പൂവ് പൊട്ടിക്കണം. അതാണ് നമ്മളുടെ എയിം. ആ എയിമിന് കണക്കാക്കിയിട്ട് നമ്മൾ എന്ന് നടുന്നു അത് തൊട്ട് പ്രിപ്പയർ ചെയ്ത് പോകണം. ഇനി ഇതിൽ 3 വിഭാഗം ആൾക്കാരാണുള്ളത്. ഒന്ന് നമ്മൾ പറയുന്ന ഒരു നിശ്ചിത ഡേറ്റിന് നടുന്ന ആൾക്കാർ, ഒന്ന് അതിൻ്റെ തൊട്ട് മുന്നേ നടുന്ന ആൾക്കാർ, ഒന്ന് അതിൻ്റെ ശേഷം നടുന്ന ആൾക്കാർ. ഈ 3 വിഭാഗത്തിന് വേണ്ടിയിട്ടാണ് നമ്മൾ ഈ ക്ലാസ് നടത്തുന്നത്. ഇനി ഇതല്ലാതെ 2 വിഭാഗമുണ്ട്. ഈ 2 വിഭാഗം എന്ന് പറയുന്നത് വളരെ നേരത്തെ തൈ നട്ട ആൾക്കാർ,
അതായത് ഇപ്പോൾ നമ്മൾക്ക് ജൂൺ 11 നടണം എന്ന് പറഞ്ഞു, അവർ മെയ് മാസത്തിൽ തന്നെ നട്ടിട്ടുണ്ടാവും. മെയ് 10, 15, 20 ഒക്കെ ആകുമ്പോഴേക്കും നട്ടിട്ടുള്ള ആൾക്കാർ, വളരെ നേരത്തെ നട്ട ആൾക്കാർ. പിന്നെ ഇതിൽ പെടാത്ത മറ്റൊരു വിഭാഗമുണ്ട്. എല്ലാം ഓണത്തിൻ്റെ ഈ അഡ്വർടൈസ്മെൻറ്റും എന്ന് തൈ കിട്ടും എന്നെല്ലാം മറന്നിട്ട് എല്ലാവരും നട്ട് മുട്ടാവാറാവുമ്പോൾ എനിക്കും നടണം എന്ന് പറഞ്ഞിട്ട് ലേറ്റായി നടുന്ന ആൾക്കാർ. ഈ രണ്ട് കൂട്ടരെയും നമുക്കിതിൽ പരിഗണിക്കാം. പക്ഷെ അത് ഈ ഗ്രൂപ്പിൽ നിന്നുകൊണ്ട് പരിഗണിക്കുമ്പോൾ എന്താ വെച്ചാൽ അവർക്ക് കൺഫ്യൂഷൻ ആവും. അപ്പോൾ വളരെ നേരത്തെ നട്ട ആൾക്കാരും വളരെ വൈകി നടുന്ന ആൾക്കാരും അല്ലെങ്കിൽ നടാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരും നേരിട്ട് വിളിക്കുക. ഒറ്റ റിക്വസ്റ്റ് ഉണ്ട്, 4:30 മുന്നേ നിങ്ങൾ വിളിക്കരുത്. ഞാൻ ഫോൺ എടുക്കില്ല കേട്ടോ. രാവിലെ 8 മണിയുടെ മുന്നേ അല്ലെങ്കിൽ വൈകുന്നേരം 4:30 ശേഷം വിളിക്കുക. അപ്പോൾ നമ്മൾ ഈ ടൈം ടേബിൾ പറയുമ്പോൾ നമ്മൾ എയിം പറയുന്നത് ഓഗസ്റ്റ് 16 അത്തത്തിൻ്റെ തലേ ദിവസം, അതായത് ഓഗസ്റ്റ് 15 പൂ പൊട്ടിക്കണം. ആ പൊട്ടിക്കണം എന്നുള്ള നിലയിൽ പോകാനുള്ള ടൈം ടേബിളാണ് പറയുന്നത്. നിർബന്ധമായി എഴുതി വെക്കുക. ഈ എഴുതി വെക്കാത്ത ആൾക്കാർക്ക് ഞാൻ മറുപടി തരില്ല കേട്ടോ. അവർ ചോദ്യം ചോദിച്ചാൽ എഴുതി വെച്ചിട്ട് അവരൊരു കടലാസിൽ എഴുതി വെച്ചിട്ട് അത് അയച്ചു തരണം നമ്മളെ ഗ്രൂപ്പിൽ. അപ്പോൾ ബാക്കി സംശയങ്ങളുള്ള ആൾക്കാർക്ക് നേരിട്ട് വിളിക്കാം. അപ്പോൾ നമ്മളുടെ ഈ വീഡിയോ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ സുഹൃത്തുക്കളുടെ അടുത്തേക്ക് ഷെയർ ചെയ്യുക. ചാനൽ അവരോട് സബ്സ്ക്രൈബ് ചെയ്യാൻ പറയുക. നിങ്ങളത് പറയുന്നില്ല കുറേ ആൾക്കാർ. കാരണം നിങ്ങൾക്ക് കാര്യം തൽക്കാലം ഓണത്തിന് പൂ കൂട്ടി വിടുന്നുണ്ട് പോവുക, അത് പോരാ. ഇനി ഈ വളപ്രയോഗത്തിൽ പല ആൾക്കാരും ചോദിക്കുന്ന മറ്റൊരു ചോദ്യമാണ്, ഇത് പൊടി വളമിടണോ അതോ ലിക്വിഡായിട്ട് മതിയോ എന്ന്. നിങ്ങളുടെ ഇഷ്ടമാണ്. ഞാൻ എപ്പോഴും പറയുന്നത് ഏറ്റവും വില കുറഞ്ഞ രീതിയിൽ, ഏറ്റവും കോസ്റ്റ് എഫക്റ്റീവായ രീതിയിൽ കൃഷി ചെയ്താണ് ലാഭം ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അപ്പോൾ നിങ്ങൾ പറയുന്ന പോലെ അടിവളം കുറേ വെതറി ആഴ്ചയ്ക്ക് രാസവളം ജൈവവളം വീണ്ടും വീണ്ടും കൊണ്ടിട്ട് കൊടുത്തു. ഇതിൻ്റെ ഒന്നും ആവശ്യമില്ല. വളരെ ബേസിക് ആയിട്ടുള്ളൊരു അടിവളം കൊടുത്തു, പിന്നെ വളരെ കുറഞ്ഞ രാസവളവും ജൈവവളവും മിക്സ് ചെയ്തിട്ട് ലിക്വിഡ് രൂപത്തിലാക്കിയിട്ടൊക്കെ ആ കൃത്യസമയത്ത് കൊടുത്താൽ നല്ല റിസൾട്ട് കിട്ടും. അതാണ് വേണ്ടത് കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അഭിപ്രായത്തിൽ വളരെ കുറഞ്ഞ ചെടി, ഇപ്പോൾ ഒരു 10 സെൻറ്റിലൊക്കെ ഒരു 1000-1500 ചെടികളിലേറെയൊക്കെ നടാൻ പറ്റും. നമ്മളൊരു 1000 ചെടി നടാമെന്ന് വിചാരിക്കും. 1500 ചെടിയൊക്കെ പറ്റും. 1500 ചെടിയുടെ അടുത്ത് നട്ടിട്ട് നമുക്ക് പൂ കിട്ടി അതിൻ്റെ വിൽപ്പന കാര്യങ്ങളും കൂടി നമുക്ക് എന്ത് ചെയ്യാൻ പറ്റണം, കണ്ടെത്താൻ പറ്റണം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം മനസ്സിലാക്കുക. ഇതുവരെ എടുത്തത് മനസ്സിലായിട്ടുണ്ടെങ്കിൽ നിങ്ങളെ തീർച്ചയായിട്ടും കമൻറ്റ് ചെയ്യുക. താങ്ക്